ഹലോ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയെ കുറിച്ചിട്ട് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള തരുൺ മൂർത്തി മാത്രമാണ് ഇന്റർവ്യൂസിൽ പങ്കെടുക്കുകയും ബാക്കി ആരും പങ്കെടുക്കാതിരിക്കുകയും അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ റിലീസിന് ശേഷം എല്ലാവരെയും ഇരുത്തി നമുക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോഴാണ് ആ ഒരു സിനിമയിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ, അതിനുള്ള സന്ദർഭം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ആരുടെയും ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. തരുൺ മൂർത്തിയുടെ മാത്രം ഒരു ഫാൻ ബോയ് മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാനിത് എവിടെ തൊട്ട് കഴിഞ്ഞാലും സ്പോയിലർ ആവും. കാരണം ഇതിനെക്കുറിച്ചൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല. ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കുറിച്ചിട്ടും അധികം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തരുൺ മൂർത്തി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആക്ച്വലി ഒരു ഫാൻ ബോയ് സിനിമയാണ്. ഈ ഒരു പടം ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ റെഫറൻസുകൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു ലാലേട്ടൻ ഫാൻ്റെ ഒരു ട്രിബ്യൂട്ട് സംഭവം അതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ ക്ലൈമാക്സിനകത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതായത് പടം എൻഡ് ചെയ്യുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ നേരിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതൊക്കെ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പേഴ്സണലി. എത്ര പേർക്ക് തോന്നിയെന്ന് അറിയില്ല. ബാക്കിയൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. പക്ഷെ റെഫറൻസുകളുണ്ട്, ഇഷ്ടംപോലെ റെഫറൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇത് പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനെക്കുറിച്ച് ആരും അധികം റിവീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എവിടെ തൊട്ട് കഴിഞ്ഞാലും സ്പോയിലർ ആയി പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടത്തിന്റെ തീമിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ആദ്യം പറയാം, ശോഭനെ കുറിച്ച് പറയാം. ഒരു പക്ക നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇതിലൊരു തമിഴ് ചൊവ്വയുള്ള ഒരു ഹാഫ് മലയാളി ഹാഫ് തമിഴാളി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി അത് അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മുമ്പത്തേര്. ആ ഫാമിലി, അതായത് ലാലേട്ടന്റെ ഫാമിലിയെ കാണിച്ചിരിക്കുന്ന രീതി കാര്യങ്ങളെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജുവിന്റെ ആ ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ സൈഡ് റോളിൽ വന്നിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ബിനു പപ്പന്റെ ക്യാരക്ടർ ആണെങ്കിലും ആ ഒരു പോലീസ് സ്റ്റേഷനകത്തെ SI സാറിന്റെ ആ ഒരു മാനറിസങ്ങളാണെന്നുണ്ടെങ്കിലും ഹലോ എന്ന് പിടിച്ചു വരുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു. കൊടൂര വില്ലനിസ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമ അതിന്റെ ഹൈ മൊമെന്റിൽ എത്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നായകന് അതിനകത്തുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിനേക്കാൾ മികച്ചതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. അപ്പോഴാണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഓൺ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഗംഭീര ഒരു സിനിമാറ്റിക് ഫീല് കിട്ടുന്നത്. ഇതിൽ വില്ലൻ എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള മാനറിസങ്ങളുള്ള ഒരു ഗംഭീര വില്ലനായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാള സിനിമയ്ക്കകത്ത് റീസെൻ്റ്ലി ഇങ്ങനൊരു സാധനം അവതരിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു പ്രത്യേക ഒരു സാധനം, പ്രത്യേക ഭാവങ്ങളും ഒരു ജാതി സാധനം എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ആരാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളത് പടം കണ്ടു തന്നെ അറിയാം. പിന്നെ ബിനു പപ്പൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതിപ്പോൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരു പറ്റില്ല, നടക്കില്ല, നീ പൊക്കോ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അതും ഒരുപാട് പറയാനൊക്കെ ഉണ്ട്. ബിനു പപ്പുവിൻ്റെ ഒക്കെ ഒരു ലാസ്റ്റ് ഒരു പോസൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതായത് മൂപ്പരുടെ ക്യാരക്ടറിൻ്റെ അവസാനത്തെ പോസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. അതൊക്കെ എങ്ങനെയാണോ അങ്ങനെ ആലോചിച്ച് പണി വെച്ചത് എന്നുള്ളതൊക്കെ ഞാൻ ഇത് ഇങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, വാലും തലൊന്നും ഇല്ലാതെ പറയുന്നത് കൊണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വില്ലൻ്റെ ആക്ച്വൽ ആ ഒരു ലാസ്റ്റ് പോസ് കാര്യങ്ങളെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു പണ്ണൽ തന്നെയാണ് പണി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള കുറേ എലമെന്റ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടും. കാരണം ട്രെയിലറിനകത്ത് ഈ ഒരു കുന്തും കുടച്ചക്രം ഒരു തേങ്ങ അവർ വിട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത്, അത് പ്രത്യേകിച്ച് നിങ്ങളൊരു ലാലേട്ടൻ ഫാനും കൂടി ആണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ആറാട്ട് തന്നെയാണ്. ആറാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ട് സിനിമയല്ല ഞാൻ പറഞ്ഞത്, റെഫറൻസുകളുടെയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസിൻ്റെയും ആറാട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിനകത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ കരഞ്ഞാൽ നമുക്കും കൂടെ കരയണമെന്ന് തോന്നുന്ന കുറച്ചൊന്ന് രണ്ട് സീക്വൻസുകളെല്ലാം ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. മോഹൻലാൽ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കരയണം. അത്തരത്തിലുള്ള ഒരു 2-3 പെർഫോമൻസ് പരിപാടി ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതല്ല പെർഫോമൻസ് എന്ന് ഉദ്ദേശിച്ചത്, ഇമോഷണൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. ബാക്കി അല്ലാത്ത വിൻറ്റേജ് ലാലേട്ടൻ്റെ കുറേ പരിപാടികൾ ഫസ്റ്റ് ഹാഫിനകത്തും കുറേ കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ഇമോഷണൽ സൈഡ് ഉണ്ടല്ലോ, അതായത് ആ ഒരു സെൻറ്റി സാധനങ്ങളൊക്കെ
ഒരുപാട് സിനിമകളിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാലത്തിന് ശേഷമാണ് മോഹൻലാൽ സ്ക്രീനിൽ അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കരയണം എന്നുള്ളൊരു ഫീല് തോന്നുന്നത്. എന്താ ഞാൻ പറയുക, അത് സിനിമ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എനിക്ക് ആ ഒരു സംഭവങ്ങളെ കുറിച്ച് പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയില്ല. സോ എന്തായാലും ഒരു ഗംഭീര സിനിമ അനുഭവം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ എടുക്കുക. അല്ലാത്ത പക്ഷം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കണക്കിലാക്കാനൊന്നുമില്ല. ലാലേട്ടൻ ഫാൻസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു നോർമൽ ഓഡിയൻ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വില്ലന്റെ ക്യാരക്ടറാണ് എസ്പെഷ്യലി നിങ്ങളുടെ മൈൻഡിൽ കിടന്നിങ്ങനെ ഓടിക്കളിക്കും. അവനെ എങ്ങനെയാണ് അങ്ങനെ ആലോചിച്ചെടുത്തത്, അങ്ങനത്തെ മാനറിസങ്ങൾ ആ ഒരു വില്ലനെ എന്നുള്ളത്. അയ്യോ, ഒരു പ്രത്യേക ഒരു ജീവി തന്നെ കേട്ടോ മൂപ്പര്. മിക്കവാറും മേ ബി ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്, മികച്ച വില്ലനുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ തൂക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു, അമ്മാതിരി മാനറിസങ്ങളായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ സോങ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും, ആ എസ്പെഷ്യലി MG ശ്രീകുമാർ പാടിയിട്ടുള്ള ആ ഒരു ഫസ്റ്റത്തെ ഒരു ഫാമിലി സോങ് ഉണ്ടല്ലോ, അതിനകത്ത് ലാലേട്ടൻ്റെ പല കുസൃതിത്തരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഭാവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പടത്തിലുടനീളമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ആ ഒരു പാട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും നല്ല രീതിക്ക്. പിന്നെ എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ സാധിക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. സോ എന്തായാലും നിങ്ങൾ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. സോ എന്തായാലും എൻ്റെ ഉള്ളിലെ ലാലേട്ടൻ ഫാൻ വളരെയധികം ഹാപ്പി ആയിട്ടാണ് തിരിച്ചിറങ്ങി പോന്നിട്ടുള്ളത്. നിങ്ങളും ഒരു ലാലേട്ടൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻ ആണെങ്കിൽ പോലും നിങ്ങൾ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ചൊരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.